നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ആമ്പല്ലൂരിൽ നാട്ടുകാരെ കത്തിമുനയിൽ നിർത്തിയ ക്രിമിനൽ കേസ് പ്രതിയെ പോലീസ് പിടികൂടി. തിരുവനന്തപുരം സ്വദേശി ഷിബു എസ് നായരാണ് പിടിയിലായത്. വയനാടിനെ നെഞ്ചോട് ചേർത്ത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം നൽകി. 75 ലക്ഷം രൂപ ഓപ്പറേറ്റർമാരുടെ കൂടി സഹകരണത്തോടെ വയനാട്ടിൽ സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ നിർമ്മാണ പദ്ധതിയിലേക്ക് നൽകും. അളഗപ്പൻ നഗർ കാവല്ലൂരിൽ കൃഷി നശിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. അളഗപ്പൻ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം നിയോഗിച്ച അംഗീകൃത ഷൂട്ടറായ സുദർശൻ മത്തോളിയാണ് നാട്ടിലിറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത്. വാർത്തകൾ വിശദമായി. അപകടത്തിൽ പരിക്കേറ്റ ക്രിമിനൽ കേസ് പ്രതി ആരോഗ്യ പ്രവർത്തകനെയും നാട്ടുകാരെയും കത്തിമുനയിൽ നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിലായിരുന്നു സംഭവം. തിരുവനന്തപുരം സ്വദേശിയായ പ്രതിയെ പുതുക്കാട് പോലീസ് പിടികൂടി. 20ഓളം കേസുകളിൽ പ്രതിയായ തിരുവനന്തപുരം സ്വദേശി ഷിബു എസ് നായരാണ് പിടിയിലായത്. ഷിബുവിന്റെ ബൈക്ക് ആമ്പല്ലൂർ സിഗ്നലിൽ നിർത്തിയിട്ട കാറിന് പുറകിൽ ഇടിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പരിക്കേറ്റ ഷിബുവിനെ കൂടി നിന്നവർ ആംബുലൻസിൽ കയറ്റി അയച്ചു. എന്നാൽ മിനിറ്റുകൾക്ക് ശേഷം അതേ ആംബുലൻസിൽ ഇയാൾ സംഭവസ്ഥലത്ത് എത്തി. നഴ്സിന്റെ കഴുത്തിൽ കത്തിവെച്ചാണ് ഇയാൾ ആംബുലൻസ് തിരികെ എത്തിച്ചതെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതോടെ നാട്ടുകാർ ഇടപെട്ടു. ഇതോടെ ഊരിപ്പിടിച്ച കത്തിയുമായി പ്രതി നാട്ടുകാർക്ക് നേരെ തിരിയുകയായിരുന്നു. ഇതിനിടെ സഞ്ചരിച്ച ബൈക്കിന്റെ താക്കോലും പ്രതി കൈക്കലാക്കി. സംഭവം അറിഞ്ഞെത്തിയ പുതുക്കാട് പോലീസ് അക്രമാസക്തനായ യുവാവിനെ പിടികൂടുകയായിരുന്നു. പരിക്കേറ്റയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇയാൾക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. വയനാടിനെ നെഞ്ചോട് ചേർത്ത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം നൽകി. 75 ലക്ഷം രൂപ ഓപ്പറേറ്റർമാരുടെ കൂടി സഹകരണത്തോടെ വയനാട്ടിൽ സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ നിർമ്മാണ പദ്ധതിയിലേക്ക് നൽകും. വയനാട്ടിലെ മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ഉരുൾപൊട്ടൽ മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുമായി വയനാട് ജനതയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 25 ലക്ഷം രൂപ നൽകി. എറണാകുളത്ത് ചേർന്ന COA സംസ്ഥാന കമ്മിറ്റി യോഗ തീരുമാനപ്രകാരം ആദ്യ ഗഡു 25 ലക്ഷം രൂപ COA സംരംഭമായ KCCL വിഹിതം മുഖ്യമന്ത്രിക്ക് കൈമാറി. ബാക്കി 75 ലക്ഷം രൂപ ഓപ്പറേറ്റർമാരുടെ കൂടി സഹകരണത്തോടെ വയനാട്ടിൽ സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ നിർമ്മാണ പദ്ധതിയിലേക്ക് നൽകും. യോഗത്തിൽ COA പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. നേരത്തെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഓപ്പറേറ്റർമാർ ഉൾപ്പെടെയുള്ള കേരള വിഷൻ പ്രവർത്തകർ അവിടെ സൗജന്യ ഇന്റർനെറ്റ് സേവനവും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. അളഗപ്പൻ നഗർ കാവല്ലൂരിൽ കൃഷി നശിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. അളഗപ്പൻ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം നിയോഗിച്ച അംഗീകൃത ഷൂട്ടറായ സുദർശൻ മത്തോളിയാണ് നാട്ടിലിറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത്. കാവല്ലൂർ കവിതാ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കവിതാ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിയമപരമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുവരികയാണ്. കർഷകരായ മോഹനൻ കോവാത്ത്, രാജു കിടക്കൂടൻ, റപ്പായി പൊന്നാരി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജിഷ്മ രഞ്ജിത്ത്, PS പ്രീജു എന്നിവരുടെ നേതൃത്വത്തിൽ കൃഷിസ്ഥലത്ത് ഡീസൽ ഒഴിച്ച് കാട്ടുപന്നിയെ കുഴിച്ചുമൂടി. കഴിഞ്ഞ മാസവും പ്രദേശത്തിറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നിരുന്നു. വരും ദിവസങ്ങളിൽ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ കർഷകരുടെ സഹായത്തോടെ ക്യാമ്പ് ചെയ്ത് നിയമപരമായി നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് കർഷക സമിതി കൺവീനർ PR ഡേവിസ് അറിയിച്ചു. മീഡിയ ടൈം, പുതുക്കാട്. മനുഷ്യാവകാശ സംഘടനയായ ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രവർത്തകർ വയനാട്ടിലെ നെന്മേനി പഞ്ചായത്തിലെ ചുള്ളിയോട് കോളിമൂല ഊരിൽ സന്ദർശിച്ച് ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്തു. വയലും നാടും കാടും ചേരുന്ന അപൂർവം പ്രദേശങ്ങളിലൊന്നായ വയനാട്ടിലെ നെന്മേനി ഗ്രാമപഞ്ചായത്തിലാണ് കോളിമൂല ഊര്. ഉരുൾപൊട്ടൽ ദുരന്ത സ്ഥലത്തു നിന്നും കുറച്ചു മാറിയാണ് കോളിമൂല ഊരെങ്കിലും ദുരന്തത്തിന്റെ ദുരിതപർവ്വത്തിലാണ് ഊരിലെ 56 കുടുംബങ്ങളും കഴിഞ്ഞുകൂടുന്നത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും കൽപ്പറ്റ കളക്ട്രേറ്റിലേക്കും മറ്റും വന്ന് നിറയുമ്പോഴും ആദിവാസി ഊരുകളിലുള്ളവർക്ക് ഇതെല്ലാം അന്യമാവുകയാണ്. ഈ തിരിച്ചറിവിന്റെ വെളിച്ചത്തിലാണ്
HSMHR എറണാകുളം തൃശൂർ പ്രവർത്തകർ ആദിവാസി ഊരിൽ സന്ദർശനം നടത്തിയത്. സംഘടനാ ചെയർമാൻ ES ഹാരിസ് അധ്യക്ഷനായി. അമ്മിണി കെ വയനാട്, വൈസ് ചെയർമാൻ MA ആനന്ദൻ, ജനറൽ സെക്രട്ടറി ബിന്ദു ബിജു, ജോയിന്റ് സെക്രട്ടറി റോഷൻ റോയ്, സ്റ്റേറ്റ് കമ്മിറ്റി അംഗം PS ഷജീർ, ഊരുമൂപ്പൻ വെളുക്കൻ, സ്റ്റേറ്റ് മീഡിയ കോർഡിനേറ്റർ MK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. പറവൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾ സമുചിതമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-ന് ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും ദീപശിഖ പ്രയാണം ആരംഭിക്കും. വൈകിട്ട് 5-ന് ചേന്നമംഗലം കവലയിലുള്ള യൂണിയൻ ഓഫീസിലെത്തും. ദിവ്യജ്യോതി സ്വീകരണ സമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. വെള്ളാപ്പള്ളി ഭവന പദ്ധതിയിൽ വീടുകൾ ലഭിച്ചവർക്കുള്ള ആധാരങ്ങൾ നഗരസഭാ വൈസ് ചെയർമാൻ MJ രാജുവിന് കൈമാറും. 20-ന് വൈകിട്ട് 3-ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ 15,000 പേർ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യാതിഥിയാകും. യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ, കൺവീനർ ഷൈജു മനക്കപ്പടി, PS ജയരാജ്, MP ബിനു, D ബാബു, D പ്രസന്നകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ആമ്പല്ലൂരിൽ നാട്ടുകാരെ കത്തിമുനയിൽ നിർത്തിയ ക്രിമിനൽ കേസ് പ്രതിയെ പോലീസ് പിടികൂടി. തിരുവനന്തപുരം സ്വദേശി ഷിബു S നായരാണ് പിടിയിലായത്. വയനാടിനെ നെഞ്ചോട് ചേർത്ത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം നൽകി. 75 ലക്ഷം രൂപ ഓപ്പറേറ്റർമാരുടെ കൂടി സഹകരണത്തോടെ വയനാട്ടിൽ സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ നിർമ്മാണ പദ്ധതിയിലേക്ക് നൽകും. അളഗപ്പൻ നഗർ കാവല്ലൂരിൽ കൃഷി നശിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. അളഗപ്പൻ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം നിയോഗിച്ച അംഗീകൃത ഷൂട്ടറായ സുദർശൻ മത്തോളിയാണ് നാട്ടിലിറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.